ലേബി, നേരത്തെ ഡോക്ടർമാരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ബ്രെയിനിന് പരുക്കുണ്ട്, അതോടൊപ്പം തന്നെ ലങ്സിനും പരുക്കുണ്ട്. അത് തന്നെ അതിലൊരു കൃത്യമായത് ക്രിട്ടിക്കൽ സ്റ്റേജ് മറികടന്നു എന്ന് പറയാവുന്നൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ആയിട്ടില്ല. അതിൽ 24 മണിക്കൂർ എടുക്കുമെന്നാണ് ഡോക്ടർമാർ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഉന്നത ഡോക്ടർമാരുടെ ഒരു സംഘം കൂടി എത്തുന്നു എന്നല്ലേ ഇപ്പോൾ ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അവരെപ്പോൾ എത്തിച്ചേരും? അവിടെ ഇപ്പോൾ ആരൊക്കെയുണ്ട് ലേബി? സ്മൃതി, 11 മണിയോടുകൂടി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നാണ് മന്ത്രി പി രാജീവ് അറിയിച്ചത്. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഉമാ തോമസ് MLA ഇവിടെ എത്തി അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെ കോൺഗ്രസ് നേതാക്കളും അതുമായി ബന്ധപ്പെട്ട് ഉമാ തോമസിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും MLAമാരും ജനപ്രതിനിധികളും എല്ലാം ഇങ്ങോട്ടെത്തി. ഡോക്ടർമാർ നൽകുന്ന സൂചനയനുസരിച്ച് ഇപ്പോൾ നേരത്തെ ഡോക്ടർമാർ നൽകിയ പ്രതികരണത്തെക്കാൾ കൂടുതലായിട്ടൊന്നും ഔദ്യോഗികമായി പറയാൻ സാധിക്കില്ല എങ്കിലും നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. എങ്കിലും നിലവിൽ അവസ്ഥ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ടിലാണ്. 24 മണിക്കൂറിന് ശേഷം അപകടാവസ്ഥ മറികടന്നു എന്ന് പറയാനേ സാധിക്കൂ എന്നുള്ള പ്രതികരണം തന്നെയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് അതിനുശേഷവും വന്നിട്ടുള്ളത്. ഏതായാലും വിദഗ്ധ സംഘം എത്തിയതിനു ശേഷമായിരിക്കും അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും. ഇപ്പോഴിങ്ങോട്ട് ഈ പ്രദേശത്തുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം ഈ വാർത്ത അറിഞ്ഞ സമയത്ത് തന്നെ കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും എല്ലാം ഈ ആശുപത്രിയിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇങ്ങോട്ട് ഉടൻ തന്നെ, അതായത് ഈ അപകടം നടന്നതിന് 2 കിലോമീറ്റർ മാത്രം ഇപ്പുറത്തുള്ള ആശുപത്രിയാണ് ഈ പാലാരിവട്ടം റെനൈ മെഡിസിറ്റി. ഇങ്ങോട്ട് എത്തിച്ച ഉടൻ തന്നെ ഈ ജനപ്രവാഹം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഇത് ഈ കോൺസ്റ്റിറ്റ്യുവൻസി, ഉമാ തോമസിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി, ഇവിടെയുള്ള ആളുകളുമായെല്ലാം വളരെയധികം വ്യക്തിബന്ധമുള്ള ആളാണ്. അതുമാത്രമല്ല PT തോമസുമായി ബന്ധമുള്ളവർ എല്ലാവരും ഈ വാർത്ത അറിഞ്ഞത് മുതൽ ഇങ്ങോട്ട് ഈ ആശുപത്രിയിലേക്ക് പ്രവഹിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു സന്ധ്യ മുതൽ ഇങ്ങോട്ട് ഉണ്ടായിരുന്നത്. അല്പം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയത്. ഈ സംഭവം നടന്ന ഉമാ തോമസ് MLA ഇവിടെ പ്രവേശിപ്പിച്ച ഉടൻ തന്നെ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ എത്തി. MP-മാരായ ഹൈബി ഈഡൻ, ബന്നി ബഹനാൻ അടക്കമുള്ളവർ, MLAമാർ എല്ലാവരും ആ സമയത്ത് തന്നെ ഓടി ഇങ്ങോട്ട് എത്തുകയായിരുന്നു. അവരെല്ലാവരും ചേർന്ന് പെട്ടെന്ന് തന്നെ ഡോക്ടർമാരുമായി വിശദമായ ചർച്ച നടത്തി. അതിനുശേഷമാണ് ആരോഗ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ച് ഇത്തരത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനുള്ള തീരുമാനം വന്നതും അതുപോലെ തന്നെ മെഡിക്കൽ സംഘത്തെ, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ ഇങ്ങോട്ട് അയക്കാനുള്ള തീരുമാനവും വന്നത്. 11 മണിയോടുകൂടി ആ വിദഗ്ധ സംഘം കൂടി എത്തിയതിന് ശേഷം ആരോഗ്യനിലയെക്കുറിച്ചുള്ള കുറച്ചുകൂടി വിശദാംശങ്ങൾ നമുക്ക് നൽകാനാകും. എങ്കിലും ഈ ഘട്ടത്തിൽ നിലവിൽ ആശങ്ക വേണ്ട എന്ന് പറയുമ്പോഴും ബ്രെയിന് പരിക്കുണ്ട്, അതുമാത്രമല്ല രക്തസ്രാവമുണ്ട്, അത് നിയന്ത്രണ വിധേയമാണ് എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല നെഞ്ചിൽ രക്തം കട്ടപിടിച്ചിട്ടുണ്ട്, അതും അപകടാവസ്ഥയില്ല അത് സംബന്ധിച്ച് എന്നും പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ വലിയ ആശങ്കയ്ക്ക് ഇപ്പോൾ അടിസ്ഥാനമില്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോഴും തീർച്ചയായും ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും ആശങ്കപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഉമാ തോമസിനെ സംബന്ധിച്ചിടത്തോളം PT തോമസിൻ്റെ ഭാര്യ ഉമാ തോമസ് ഇവിടുത്തെ ജനപ്രതിനിധി ആയതുകൊണ്ട് മാത്രമല്ല PT-യോടുള്ളൊരു വൈകാരിക ബന്ധം കൂടി എല്ലാവർക്കും ഉമാ തോമസിനോടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ പല ഭാഗത്ത് നിന്ന് ഉള്ളവർ ഇങ്ങോട്ട് ഓടിയെത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. വേഗം സുഖപ്പെടട്ടെ എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പ്രത്യാശിക്കാം. അത് തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും. അപ്രതീക്ഷിതമായൊരു അപകടം അല്ലേ, ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. കാര്യം ആകെ 2 നിര സീറ്റുകളാണ് ഇട്ടിരുന്നത്. കാലൊന്ന് എടുത്തു വെച്ചാൽ താഴേക്ക് വീഴാവുന്ന രീതിയിൽ അത്യന്തം അപകടകരമായ ഒരു സ്റ്റേജ് സംവിധാനമാണ് അവിടെ ഒരുക്കിയിരുന്നത്. അതിൽ സംഘാടകർ തീർച്ചയായിട്ടും ഉത്തരവാദികളാണ്. കാരണം നമുക്ക് കണ്ടാൽ തന്നെ ഭയമാവും അല്ലേ. രണ്ടാമത്തെ ഒരു നിര മാത്രം സീറ്റ് ഇടാനുണ്ടായിരുന്ന സ്ഥലത്ത് 2 നിര സീറ്റ് ഇട്ടതാണ്. 15 അടി ഉയരത്തിലൊക്കെ ഒരു സ്റ്റേജ് കെട്ടേണ്ട ആവശ്യം. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പ്രോപ്പറായി കൈവരികൾ വെച്ച് വേണം ചെയ്യാൻ. അതൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ആകെ ഉണ്ടായിരുന്നു റിബൺ മാത്രം വലിച്ചു കെട്ടുകയായിരുന്നു എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഉമാ തോമസ് MLA ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരട്ടെ, ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.